ആ പിന്നെ ഇതാ ഷാമ്പൂ എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ട ബൂബുവിൻ്റെ കുട്ടി തന്നെ ഉപയോഗിച്ചോട്ടെ ഇത്. അതൊക്കെ കണ്ട് കഞ്ഞി കുടിക്കാം. മഴ കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. യാമിക്കുട്ടി ഇതാ കുളിച്ച് സുന്ദരിയായിട്ട് വന്നിക്കാൻ കേട്ടോ. അതാണ് മുടിയൊക്കെ ഇങ്ങനെ സ്പ്രിങ് പോലെ. ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോവുകയാണ്, ചെറിയൊരു കഞ്ഞി. അല്ല നോക്കിയൊക്കെ കഞ്ഞി 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 കുടിക്കുക. കഞ്ഞി ഇതാ മമ്മിക്കുട്ടി കഞ്ഞി കുടിക്കുകയാണ് പറഞ്ഞാൽ എല്ലാവരോടും പറഞ്ഞ കഞ്ഞി കുടിക്കുകയാണ് പറഞ്ഞാ കഞ്ഞി കുടിക്ക. നോക്കിയൊക്കെ വഴക്കുപ്പേരും കഞ്ഞി. കേട്ടോ യാമിക്കുട്ടി കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇതാ യാമിക്കുട്ടിക്ക് കുളി കഴിഞ്ഞ ഉടനെ ചെറിയ അരിക്കഞ്ഞി കേട്ടോ കൊടുക്കല്. ഒക്കെ മാറി മാറി കൊടുക്കണം. ഇപ്പൊ 2-3 ദിവസമായിട്ട് ചെറിയ അരിക്കഞ്ഞിയാ കൊടുക്കാറ്. ചെറിയ അരിക്കഞ്ഞി നല്ല വേവിച്ച് കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ആരെങ്കിലും ചെറിയ അരിക്കഞ്ഞി മറന്നിരിക്കുന്നവരുണ്ടെങ്കിൽ കൊടുത്തോളൂ. കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞതാ യാമിക്കുട്ടി നല്ല ഉറങ്ങിട്ടോ. അത് കുറച്ചു നേരമൊക്കെ ഒന്നും ഉറങ്ങും. ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ഒന്നും പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ, പെയിന്റ് പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ തീർത്തിട്ടോ. കാരണം എനിക്ക് ഇന്ന് ഡ്രസ്സ് തയ്ക്കാനും ഒക്കെ ഉണ്ട്. ഒന്ന് അതൊക്കെ ആദ്യം തന്നെ തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അടുക്കളൊക്കെ വൃത്തിയാക്കണം. തയ്യൽ മെഷീൻ ഞാൻ ആദ്യം തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. മോളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇവനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇനിയൊരു കല്യാണമൊക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം മെറ്റീരിയലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഒന്ന് നല്ലൊരു ഡ്രസ്സ് തയ്ക്കണം. അപ്പം മെഷീനൊക്കെ വെക്കാനും തയ്ക്കാനൊക്കെ വേണ്ടി വേറൊരു ടേബിളൊക്കെ ഉണ്ടാക്കണം, മുകളിൽ സെറ്റാക്കണം വിചാരിച്ചിട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നല്ലൊരു കംഫർട്ടായിട്ടുള്ള സ്ഥലം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം, വ്യൂ ആണ്. അപ്പോൾ തോന്നി ഇവിടെ ഇരുന്നിട്ട് തയ്ച്ചു നോക്കണമെന്ന്. ഇഷ്ടപ്പെട്ടാൽ ഇവിടെ തന്നെ ആക്കണം. ഇതാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് അടിക്കാൻ വിചാരിച്ചിട്ടുള്ള മെറ്റീരിയൽ. ഈ കളറൊക്കെ ഇട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കണം അല്ലേ. മുഖത്തിന് നാച്ചുറൽ ആയിട്ടൊരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ എപ്പോഴും പറയാറില്ലേ. അതിപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാതെയും നല്ല ഉറക്കം കിട്ടാതെയും അലച്ചിലും തിരിച്ചലും ഇപ്പോൾ എപ്പോഴും പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവർക്കും ഒക്കെ സ്കിന്നൊക്കെ ആകെ ക്ഷീണിച്ചിട്ട് ആകെ ഡള്ളായിട്ടുള്ള സ്കിന്നായിരിക്കും ഇല്ലേ ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ സ്കിന്നൊക്കെ ഡള്ളായി കഴിഞ്ഞാൽ വിസിബിൾ ആയിട്ടൊരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല എഫക്റ്റീവായ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് ഞാൻ മുമ്പും കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ഹിമാലയന്റെ ബ്രൈറ്റനിങ് വിറ്റാമിൻ സി ഓറഞ്ച് ഫേസ് സിറം. ഹിമാലയന്റെ പ്രോഡക്റ്റുകളൊക്കെ പിന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം, കാരണം നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണല്ലോ. ഇതിലുണ്ടല്ലോ 5x വിറ്റാമിൻ സിയും 10x നിയാസിനാമൈഡും പിന്നെ നാച്ചുറൽ ഓറഞ്ച് എക്സ്ട്രാക്റ്റിന്റെ പവറും ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ബ്രൈറ്റ്നെസ് 3 ദിവസം കൊണ്ട് അൺലോക്ക് ചെയ്യും. ഇതിനുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ഫോർമുലയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് കാണാനും പറ്റും. ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി 2 പ്രാവശ്യം 2-3 തുള്ളി സിറം എടുത്തിട്ട് മുഖത്ത് നന്നായി അപ്ലൈ ചെയ്യുക. ഒരു സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, അത് അബ്സോർവ് ആവണ വരെ. പിന്നെ അതിന്റെ ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടി കുറച്ച് മോയ്സ്ചറൈസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. മുഖത്തിന് നല്ല നാച്ചുറൽ ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടി ഹിമാലയന്റെ ഈ ഒരു സിറം നിങ്ങൾക്ക് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് അതുപോലെ തന്നെ ഹിമാലയന്റെ ആപ്പിലും വെബ്സൈറ്റിലും കിട്ടും. ഇതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടോ. അപ്പോൾ പിന്നെ കാര്യങ്ങളൊന്നും നടന്നില്ല, പ്ലാൻ ചെയ്ത പോലെ ആയില്ല. ഞങ്ങൾ ലഞ്ച് കഴിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഞാനും ഒന്ന് ഉറങ്ങി നീച്ചു. യാമിക്കുട്ടി വീണ്ടും ഉറങ്ങിക്കുകയാണ്. ഞാൻ കുറേ ദിവസമായില്ലേ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുത്തപ്പോൾ നല്ലപോലെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ സമയമില്ലേ ഇൻഷാ അല്ലാ. ഇത് കണ്ടോ, ഞാൻ സാധനം കാണിച്ചു തരട്ടെ. എനിക്ക് ഇന്ന് നല്ലൊരു മഴ ദിവസമായിരുന്നു കേട്ടോ. ബൂബുക്കുട്ടൻ്റെ പാത്രങ്ങളായിരുന്നു കേട്ടോ. ഇത് പിന്നെ ബൂബുക്കുട്ടൻ്റെ കാഴ്ച കാണാനുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പലക കളയാൻ തോന്നില്ല. അപ്പോൾ ഞങ്ങളുണ്ടല്ലോ ഇതിവിടെ കെട്ടിയിട്ട് ഇതിൽ വെള്ളവും എന്തെങ്കിലും മിച്ചറോ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കും. എന്നാൽ പക്ഷികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയും ചെയ്യാം. അത് കളയും വേണ്ട. ബൂബുക്കുട്ടൻ്റെ ഒരു ഓർമ്മക്ക് ഓനെപ്പോഴും ഇതാ ഇവിടെയാണ് അത് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ തിമ്മ ഓനിക്ക് ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയത്. ഞങ്ങൾ ലല്ലബിക്ക് പോയ സമയത്തും അത് അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു ഓനിക്ക് കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ബൂബുക്കുട്ടൻ പോയിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ 11-ാം തീയതിയാണ് ഓനെ മറവ് ചെയ്തത്. മുകളിലത്തെ ഓപ്പൺ ടെറസിലും ഒക്കെ ടൈൽസും പെയിൻറ്റൊക്കെ അടിച്ചിട്ടോ. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോയപ്പോൾ ഇടങ്ങേറും. മുമ്പാണെങ്കിൽ അങ്ങോട്ട് പോയി ഞങ്ങൾ അധികം അവിടെ ആയിരുന്നല്ലോ, മുകളിലല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ബൂബുക്കുട്ടിന് അധികം ഓപ്പൺ ടെറസിലുണ്ടാവും. ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഓൻ പണ്ട് കിടന്നിരുന്ന സ്ഥലമേ അല്ല. അപ്പോൾ ഒരു ഇടങ്ങേറാണ്. ഒക്കെ ഇങ്ങോട്ട് ഇല്ലാണ്ടാവുമ്പോഴേ ഓൻ്റെ ഓർമ്മകൾ വേറെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പെട്ടിയിലൊക്കെ ബൂബുക്കുട്ടൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് കേട്ടോ. ഓൻ്റെ ചെറുപ്പത്തിത്തെ ഞാനിത് ഓൻ പോണതിൻ്റെ മുന്നേ യാമിക്കുട്ടിൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോൾ എടുത്തേക്കണ പോലെ ഓൻ്റെ ചെറുപ്പത്തിത്തൊക്കെ എടുത്ത് വെച്ചാണ് കേട്ടോ. ഇത് ഞാൻ ഓൻ പോയ സമയത്ത് എനിക്ക് ഓൻ്റെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോകളും ഒക്കെ കാണൽ തന്നെയായിരുന്നു പണി.
അപ്പോൾ ആ സമയത്ത് ഞാൻ വേഗം എന്തൊക്കെ ഈ പെട്ടിയുടെ ഓർമ്മ വന്നിട്ട് ഞാൻ വേഗം ഇത് വന്ന് നോക്കി. അന്ന് ഈ സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഇതോ എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുപ്പായമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ കുപ്പായം ഒക്കെ മേടിച്ചിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കുപ്പായങ്ങളൊക്കെ ഇടുന്ന ബുദ്ധിമുട്ടോ, അവർക്ക് അങ്ങനത്തെ ശീലങ്ങളില്ലല്ലോ. അത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഞാൻ എനിക്ക് കുപ്പായങ്ങളൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കാറും അടിച്ചു കൊടുക്കാറുമില്ല കേട്ടോ. ഇത് റെഡിമെയ്ഡായിട്ട് എടുത്തതായിരുന്നു ഓൻ്റെ ബർത്ത്ഡേക്ക്. പിന്നെ അത് ഞാൻ ഓൻ്റെ ആദ്യത്തെ പെരുന്നാൾ വന്നപ്പോൾ ഓനക്ക് ജീൻസിൻ്റെ കുപ്പായം അടിച്ചു കൊടുത്തു. പിന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരുമ്പോൾ ഓനക്ക് ഇങ്ങനെ ബോ ഉണ്ടാക്കി കൊടുക്കും. ഇത് അന്ന് ഏതോ ഒരു വിശേഷത്തിന് ഓനക്ക് ഉണ്ടാക്കി കൊടുത്ത ബോ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വെള്ളപ്പുള്ളിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? കുറേ ബോകളുണ്ടായിരുന്നു. എന്ത് വിശേഷം ഉണ്ടാകുമ്പോഴും ഒരു ബോ വെച്ച് കൊടുക്കും. അതന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നമ്മളെ മൊയറുടെ ഉദ്ഘാടനത്തിന് എനിക്ക് ടയ്യ വാങ്ങിച്ചെടുത്തിരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതാണ് ബൂബുക്കുട്ടി. ഇത് ഞങ്ങൾ ഓനെ കെട്ടിടാൻ വേണ്ടിയിട്ട് മേടിച്ച്, ഇത് ഓൻ്റെ വയറുമ്മ കെട്ടിയിട്ട് ഇതൊക്കെ ആദ്യമായിട്ട് ഓനെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബെൽറ്റാണ് കേട്ടോ. ഇതൊക്കെ കെട്ടുമ്പോൾ അന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിരുന്നില്ലേ, ഇതായിരുന്നു എൻ്റെ ബെൽറ്റ്. പിന്നെ ഇതൊക്കെ ഓരോ ബെൽറ്റുകൾ തന്നെയാണ്. ഈ ബെൽറ്റുകൾ മാറ്റി മേടിക്കുക അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ബെൽറ്റൊക്കെ ഒഴിവാക്കി ഓനക്ക് ഇങ്ങനത്തെ മണി കെട്ടലാക്കി കേട്ടോ. ഇതൊക്കെ ഒരു കിളിയുടെ പോലത്തെ ഒരു മണിയായിരുന്നു അന്ന് വാങ്ങിച്ചതായിരുന്നു, മഞ്ഞ. ഇത് കുറേ ഇട്ടിക്കണം, അതാണ് ഇതിൻ്റെ ഒരു കോലം കണ്ടില്ല. പക്ഷെ ഇത് ഞാനെന്തോ പുതിയത് ഇടുമ്പോൾ എൻ്റെ പഴയത് അങ്ങനെ എടുത്തു വെച്ചതായിരുന്നു. ഇത് ഇക്കാക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചായിരുന്നു. ഇത് ഇക്ക് അത്ര ഇഷ്ടം ഉണ്ടാകുന്നില്ല ഈ ഒരു മണി, അത് കാരണം കൂടുതൽ ഇട്ടിട്ടില്ല. പിന്നെ അങ്ങനത്തെ ചുവപ്പ് മണികൾ കുറേ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു മണി അങ്ങനെ ഞാൻ ഇതിൽ എടുത്തുവെച്ചത് ഉണ്ട് കേട്ടോ. ചുവപ്പ് മണിയാണ് കൂടുതലും ഉപയോഗിക്കല്. ഒക്കെ എൻ്റെ മണികളാണ്. ഇതൊക്കെ അന്ന് ഞാൻ എന്തോ അങ്ങനെ എടുത്തുവെച്ച. പിന്നീട് കുറേ കഴിഞ്ഞ് പോയ സമയത്ത് ഞാൻ ഇത് തുറന്നപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്തുവെച്ചിക്കണോ അങ്ങനെ തോന്നി. ഇത് വേറൊരു ലോക്കറ്റ് ആയിരുന്നു. പക്ഷെ അതിന് കിളിക്കല്ലല്ലോ, അത് കാരണം അത് ഞങ്ങൾ അധികം ഇട്ടിട്ടില്ല. അങ്ങനെ ഇതൊക്കെയാണ് ബുബുക്കുട്ടൻ്റെ ഓർമ്മകൾ. ഇതിലേക്ക് നമുക്ക് ഓൻ്റെ ടർക്കി വെക്കണം. ഇതാണ് എൻ്റെ ടർക്കി ഉണ്ടായിരുന്നത് കേട്ടോ. കുളിപ്പിക്കാൻ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാനും ആശുപത്രിക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ ഇതൊക്കെ എടുത്തേക്കണേ. ഇക്ക ചീത്ത പറയിട്ട് ഇതൊക്കെ എന്തിനാണ് എടുത്തേക്കണത്. ഞാനിടയ്ക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ എടുക്കണ കാരണേ പോയ സമയത്തേക്ക് ഇതൊക്കെ നോക്കുമ്പോഴൊക്കെ ഒരു ആശ്വാസമായിരുന്നു. ഇതൊക്കെ ഇതാ അവൻ്റെ മരുന്നുകൾ. ഇതൊക്കെ എന്താ കാട്ടുക, മരുന്നുകളൊക്കെ കളയല്ലാതെ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ എടുത്തുവെച്ചിട്ട് എന്താ കാര്യം? മരുന്നുകൾ ഇപ്പോൾ ആർക്കൊന്നും ഉപകാരത്തിലും പെടൂലല്ലോ, കുറെ മുമ്പുള്ളതല്ലേ. ഞാൻ അതിലേക്ക് ഒരു സാധനം കൂടെ വെക്കണം. ഇതോ എൻ്റെ ചീവപ്പേന്ന് കേട്ടോ. ലാസ്റ്റത്തെ ദൂരത്തിലിരുന്നോട്ടെ കേട്ടോ. അങ്ങനെ ഇരിക്കട്ടെ അവൻ്റെ ഒരു ഓർമ്മക്ക്. ഇതൊക്കെ അവൻ്റെ സാധനങ്ങളൊക്കെ. ഇപ്പോൾ അവൻ്റെ ടോയ്ലറ്റിൽ പോകുന്ന ക്ലോസറ്റ് ഉണ്ടല്ലോ, ഞങ്ങൾ പുതിയത് മേടിച്ചായിരുന്നു. പഴയത് ഞങ്ങൾ പട്ടാമി കൊണ്ട് വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ ക്ലോസറ്റ് കൊണ്ടുപോയി കൊടുക്കണം. അപ്പം ഇതെൻ്റെ ക്ലോസറ്റാണ് കേട്ടോ. ഇത് നമ്മൾ അന്ന് മേടിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇതിൽ മൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ മൂടി എനിക്ക് ഇഷ്ടം ഉണ്ടാകുന്നില്ല, അതിൽ കൂടെ പോകാൻ പേടിയായിരുന്നു. ഇത് ശരിക്കും ഇതിൽ കൂടെ പോയിട്ട് ഇതിൽ കൂടെ വരികയായിരുന്നു കേട്ടോ. അങ്ങനെ അതിനുള്ളതാണ് ഇത്. മൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തേക്ക് അതിനെ വരാൻ പറ്റില്ല. പുറത്തേക്ക് ഇതിൽ കൂടെ വരാം. എനിക്ക് പേടിയായിരുന്നു. അപ്പം ഞങ്ങൾ മൂടി വെച്ചിരുന്നില്ല. ഇതിങ്ങനെ വലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ മണലൊക്കെ ഇടുക, അപ്പി കോരാനൊക്കെ. പിന്നെ ഇതിങ്ങനെ ഒരു മുറമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് കൊടുക്കാനും വയ്യ. ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞിക്ക, നമുക്ക് ബുബുവിന് കുറേ കുട്ടികളുണ്ട് കേട്ടോ. കുറേ സ്ഥലങ്ങളിലായിട്ട് കുറേ കുട്ടികൾ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കും എനിക്ക് ഓരോരോ പെൺപൂച്ചകളെ കൊണ്ടുവന്നിട്ട് ഏൽപ്പിക്കലുണ്ട്. അപ്പോൾ എനിക്ക് കുറേ കുട്ടികളുണ്ട്. ഇപ്പം ലാസ്റ്റായിട്ട് വന്നപ്പോൾ ഉണ്ടായ ഒരു കുട്ടീനെ ഇക്കാണ്ട് ഒരു ഫ്രണ്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വേറെയും കുട്ടികളൊക്കെ ഉണ്ട്. അവ വിചാരിച്ചു എന്നാൽ ആ കുട്ടിക്ക് കൊടുക്കുക, ബുബുവിൻ്റെ കുട്ടി തന്നെ ഉപയോഗിച്ചോട്ടെ ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കുറേ ആയി, കൈ വിട്ട് കൊടുക്കാനില്ല. ഓരോന്നും പോയി കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ടെറസിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ പോകുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഇതാക്കാറ്. അപ്പം ഇതൊന്നും എനിക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാ. ഇതുണ്ട്, പിന്നെ അവൻ്റെ ഫുഡുകളുണ്ട്. ഇപ്പോൾ മൂത്തച്ഛൻ്റെ വീട്ടിലുണ്ട് കേട്ടോ പൂച്ച. അപ്പോൾ അവർക്ക് കൊടുക്കാം, പക്ഷേ എനിക്ക് ബൂബുവിൻ്റെ കുട്ടിക്ക് കൊടുക്കണം അങ്ങനെ ഒരാഗ്രഹം. ഇതൊക്കെ അവൻ്റെ ഫുഡുകളാണ്. ഇത് ഞങ്ങൾ അവനക്ക് ഡെയിലി കൊടുക്കുന്നതാണ്. ഇത് പിന്നെ ബാക്കി വന്ന പാക്കറ്റിലുള്ള ഈ ഫുഡ്. അവനക്ക് ഗ്രേവി നല്ല ഇഷ്ടം. അങ്ങനെ പാക്കറ്റിലൊക്കെ ഉള്ള ഗ്രേവി ഉണ്ടാവില്ല, അത് നല്ല ഇഷ്ടമാണ്. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണ ബിസ്ക്കറ്റ് പോലെയൊക്കെ കൊടുക്കണ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ പാക്കറ്റുകളൊക്കെ ഓൻ പോണതിൻ്റെ അന്ന് എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ട് ഒക്കെ കൊട്ടിയിട്ട് ലാസ്റ്റ് ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അന്നാണ് കൊടുത്തത്. ഓൻ പോയപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നലെ ഇപ്പോൾ യാമിക്കുട്ടി ഞാനും കൂടി എല്ലാവരും കൂടി കൊട്ടിയിട്ട് ഓനക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ മുത്തച്ഛൻ്റെ വീട്ടിലത്തെ പൂച്ചക്ക് കൊടുക്കാം അല്ലേ. പിന്നെ ഇതാ ബുബുവിൻ്റെ വേറൊരു ഫേവറേറ്റ് തന്നെ കേട്ടോ. ഇത് എല്ലാ ബൂബുമാർക്കും ഇഷ്ടമുള്ള സാധനമൊക്കെ. ഇതൊക്കെ ബാക്കിയാക്കിയിട്ടോ പോയത്. നമ്മളിങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം വെറുതെ ഇത് പിടിച്ചിട്ട് എങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം പിടിച്ചിരുന്ന ഓന് ഓടി വരും ഇതാണോ എന്ന് വിചാരിച്ചിട്ട്. നല്ല ഇഷ്ടമായിരുന്നു അത് കൊടുക്കണം. ഈ അമ്മിക്കുട്ടി എന്നിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടി അപ്പോൾ പോവും.
ഓനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി ജാസിലിന് കൊടുക്കാം. ഇനി എന്തിലിട്ടിട്ടാ കൊടുക്കുക? ഇങ്ങനെ അതങ്ങനെ കൊണ്ടുപോയി കൊടുത്താൽ മതി. വണ്ടിയിലിട്ട് അങ്ങനെ കൊണ്ടുപോയാൽ മതി. അങ്ങനെ കൊടുക്കാം അല്ലേ. പിന്നെ ഇതിന്റെ മണിമണികളില്ലേ, ചാക്കുണ്ട് അവിടെ ഉണ്ട്, അത് കൊടുക്കാം അല്ലേ. അത് ഇനി ഏതായാലും ഈ ബോക്സിന്റെ കൂടെ അതിലിട്ട് കൊടുക്കാം. ഞാൻ ബൂബുവിന്റെ സാധനങ്ങളൊക്കെ ബാക്കിയുള്ളതൊക്കെ കൊണ്ട് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇടങ്ങേറുമാണ്, ഒരു സമാധാനമാണ് കേട്ടോ. ബൂബുവിന്റെ കുട്ടിക്ക് കൊടുക്കുമ്പോൾ എനിക്കെന്തോ അങ്ങനെയൊക്കെ ഒരു ഇത്. ഇപ്പോൾ ഡേന്മേലെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഡേ കുറേ ദിവസമായി കറിയത് എടുക്കുമ്പോൾ എനിക്ക് ഇടങ്ങാറാവും. പറഞ്ഞില്ലേ ബൂബു കിടക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാത്തത്, അങ്ങോട്ട് പോകുമ്പോൾ കിടങ്ങാറാവും. അപ്പം അത് കാരണം ഞങ്ങൾക്ക് കാണിച്ചു തരാത്തത്. ഒക്കെ നിങ്ങളൊക്കെ കഴിഞ്ഞ നീച്ചങ്ങൾ അപ്പൊ ഇനി സങ്കടപ്പെടുന്നെന്തിനാ? ഞാൻ ചിരിച്ചിരിക്കാന്ന് വിചാരിച്ച്. എന്തിനു സങ്കടപ്പെടുന്നേ? അമ്മന്റെ കുട്ടി സങ്കടപ്പെടണ്ടേ? ഓ പഠിച്ചോനെ, എന്താ ചുണ്ടൊക്കെ ഇങ്ങനെ സങ്കടവും. അമ്മ വന്നല്ലേ വേഗം. ഒക്കെ അറിയാം. നോക്കിയൊക്കെ ബൂബുവിന് കൊടുക്കണ്ടേ നമുക്ക്? എവിടെ ബൂബു? എവിടെ? ഇതാ ബൂബുല്ലേ. ബൂബുവിന് കൊടുക്കണ്ടേ? അമ്മിക്കുട്ടി എന്തേലും ഒരു കവറിന്റെ തുമ്പ് കിട്ടിയ, എന്തേലും കവറല്ല ഇതിന്റെ കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അതെടുത്തിട്ട് പോകും ബൂബുവിന്റെ അടുത്തേക്ക്. എല്ലാരും പറയും ബൂബുവിന്റെ പോലത്തെ ഒരു ആളെ മേടിച്ചൂടെ, ഒരെണ്ണം കൂടെ മേടിച്ചൂടെ. എന്താന്ന് വെച്ചാൽ ബൂബുക്കുട്ടൻ ഞങ്ങൾ അങ്ങനെ വന്ന് ബൂബുക്കുട്ടനെ ഇഷ്ടപ്പെട്ട് ബൂബുക്കുട്ടൻ പോയി. ഇനിയിപ്പൊ അതിന് പകരം വേറെ പാല് വന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ യാമിക്കുട്ടി ഇല്ലായിരുന്നെങ്കിൽ പിന്നെയും വാങ്ങിച്ചിരുന്നു കേട്ടോ. ഒരു നമുക്ക് ആകെ നമ്മള് ഒറ്റപ്പെട്ടു പോവുമല്ലോ. ബൂബു ഇങ്ങനെ കരയാന്ന് വെച്ചാലാണ് ഓള് ഞാന്ന് പറഞ്ഞിട്ട്. സാധാരണ പൂച്ചാന്ന് പറഞ്ഞാൽ ഓൾക്ക് അറിയില്ല. കാരണം ഞങ്ങളിവിടെ ബൂബുവിനെ പൂച്ചാന്ന് വിളിക്കലില്ല. ഇതേ സ്കൂൾ കുട്ടികളൊക്കെ പോകുമ്പോ ചിലപ്പോ ഞങ്ങളെ പൂച്ച എവിടെയെന്നൊക്കെ ചോദിക്കും ഞങ്ങളോട്. അപ്പൊ പൂച്ച എവിടെയെന്ന് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് കേൾക്കുമ്പോ തന്നെ ഒരു ജാതിയാണ്. കാരണം പൂച്ച പൂച്ചല്ലോ ബൂബു എന്ന് പറയാറ്. പൂച്ചല്ലോ ഓൾക്ക് പേരുണ്ട്, ബൂബു എന്ന് വെച്ചാൽ മതി പറയും. അപ്പൊ പൂച്ചാന്ന് പറഞ്ഞാൽ വിളിപ്പിക്കലില്ല ഞങ്ങളാരും. കോലിമിഠായി കൊടുത്തിട്ട നീലിച്ചിക്കും അതിന്റെ ചുണ്ട്. ഇതില് കാഭാഗെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ, ബാക്കി മുക്കാ ഭാഗത്തിലുണ്ട്. പിന്നെതാ ഷാമ്പും അവന്റെ പൗഡറൊക്കെയാണ് കേട്ടോ. ഇതും ബൂബുവിന്റെ കുട്ടികൾക്ക് തന്നെ കേട്ടോ കൊടുക്കണത്. അപ്പോൾ ഇതൊക്കെ കൊടുക്കണം. മറ്റേത് പിന്നെ മൂത്തച്ഛൻ്റെ മോനക്ക് പൂച്ചയുണ്ട്, അപ്പോൾ ഓനക്കും കൊടുക്കണം. അങ്ങനെ 3 ആൾക്ക് ഓരിയാക്കി കൊടുക്കുകയാണ് ബൂബുവിന്റെ സാധനങ്ങൾ. ഇതൊക്കെ നിങ്ങൾ ഒരുമിച്ചിട്ട് കൊണ്ടുപോവാ. ഒക്കെ പടം വണ്ടിയിലിട്ട് കൊണ്ടാവും. ബൂബുക്കുട്ടൻ്റെ കുട്ടിന്റെ വീഡിയോ എടുക്കൊണ്ട് കേട്ടോ. വീഡിയോ എടുക്കണോ? ചെറുതായിട്ട് പറ്റുകയാണെങ്കിൽ ഓൾക്ക് കാണിച്ചു കൊടുക്കാലോ. ആയിക്കോട്ടെ. ഉമ്മ കൊടുത്തേക്കാ, ഉമ്മ കൊടുത്താ, മൂക്ക് കൊടുത്താ, മൂക്ക്. പപ്പ വരുന്നുണ്ട്, ഞാൻ കുട്ടിയെ പപ്പ വരുന്നുണ്ട്. മറ്റവൻ അതിന്റെ ഉള്ളിലേക്ക് നൊയഞ്ഞങ്ങട് കയറി. പിന്നെ ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് കൈയിട്ട് പുറത്തേക്ക് വെച്ചോട്ടോ. പുറത്തേക്ക് വെച്ചപ്പോ ആളുണ്ട് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് മണലൊക്കെ കൊട്ടിയപ്പോ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ പതിന്റെ അവിടെ കടക്കും. വീഡിയോ എടുത്തിട്ടില്ല? അതൊക്കെ ഞാൻ ഒക്കെ വീഡിയോ എടുത്തു. കുട്ടിനെ കാണാൻ കുട്ടി ബൂബുവിന്റെ അതേപോലെ തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്താ കടക്കുടി നമ്മളെ ബൂബുവിന്റെ കുട്ടി ഓനെടുക്ക അങ്ങോട്ട് കൊണ്ടുപോകുക. കൂടിന്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോയേക്ക. പേരിട്ടോ തക്കുട. ഓക്കെ തക്കുടോ. മറ്റേ ആള് കിട്ടിയ ഗ്യാപ്പിൽ കേറിക്കോട്ടോ. ഓന്റെ വാസന കിട്ടിയിട്ടുണ്ടാവും. അത്ര കൂടെ അങ്ങനെ പൈസലിന്റെ ഓനക്കും കൊടുത്തു. പിന്നെ ഷാമ്പുവും പൗഡറും ഷാജാന്റെ അടുത്തുണ്ട് കേട്ടോ 2 ബൂബുവിന്റെ കുട്ടികള്. അപ്പൊ ഓനക്ക് ഷാമ്പുവും പൗഡറും കൊടുത്തു. പിന്നെ അങ്ങനെ പിന്നെ ബാക്കിയുള്ള ഫുഡുകൾ പിന്നെ ജ്യേഷ്ഠന്റെ മോന്റെ അടുത്തുണ്ട് ഇതേമാതിരി പൂച്ച. അപ്പൊ അവനക്കും കൊടുക്കാന്ന് പറഞ്ഞിട്ട് 1 മാസത്തോളം
വീഡിയോ എടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യാമിക്കുട്ടിയുടെ പഴയ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ആർക്കെങ്കിലും കൊടുക്കും ഒഴിവാക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇടങ്ങാറട്ടെ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ വീഡിയോയിലുണ്ടല്ലോ, നമുക്ക് വലുതായാലും കാണാൻ ഇതൊക്കെ വീഡിയോയിലുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കണം. എന്ന പോലെ അത് കൊടുക്കുന്നത് നമ്മളങ്ങനെ വീഡിയോ എടുത്ത് വെച്ചാൽ അത് കൊടുക്കുമ്പോൾ ഒരു ഇടങ്ങാറ്. അപ്പോൾ അതിങ്ങനെ ഒരു വീഡിയോയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇതാണ്. പിന്നെ അത് ഉപകാരപ്പെടുകയും ചെയ്യും. ഇങ്ങനെ വെറുതെ വെച്ചിട്ട് വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ കേടത്തി കളഞ്ഞിട്ട് കാര്യമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പൊ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്നൊക്കെ വിചാരിച്ച് ഇറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഒരു ദിവസമായി. ആമിക്കുട്ടി ഇതാ കുളിച്ച് സുന്ദരിയായി മരുവ് വാങ്ങി കൊടുക്കാനായി. ഇനി അടുത്ത് നല്ല ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആയിട്ട് വരണ്ട കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും പൂപ്പുന്റെ കുട്ടിയുടെ പേരെന്താ? ഒരു തക്കുടുന്ന വിളിക്കണം. പക്ഷെ ഓന ആണാണോ പെണ്ണാണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ മിഞ്ഞാന്ന് പോയിട്ട് ഒന്ന് കണ്ടിരുന്നല്ലോ. അന്ന് കണ്ടപ്പോ ഞാൻ നോക്കിയപ്പോ അങ്ങനെ ചെക്ക് ചെയ്തു, ആണാണ്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞത് ആൺകുട്ടിയാണ് കേട്ടോ. ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.